ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിന് കൊടുക്കുന്ന വളം ത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ കൊടുക്കുന്നത് നമ്മുടെ ഈ ബയോ ഫെർട്ടിലൈസേഴ്സ്, ഇപ്പോൾ ഇതുപോലെ കഞ്ഞിവെള്ളം പുളിപ്പിക്കുന്നതിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഡെയിലി ഉണ്ടാകുന്ന കഞ്ഞിവെള്ളത്തിൽ സ്വല്പം കടലപ്പിണ്ണാക്കിയിട്ട് വെക്കുക. ഏകദേശം വളരെ 1 കിലോ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇട്ട് വെച്ചിട്ട് പിന്നെ 4-5 ദിവസം കഴിഞ്ഞാൽ അത് 1 ലിറ്ററിൽ 10 ലിറ്റർ വെള്ളം, അതായത് എത്ര ചേർക്കുന്നത് അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കടകളിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ചെറിയൊരു സ്പ്രേയർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഗുണം എന്താ വെച്ചാൽ അതിൻ്റെ ദൂരത്തേക്കൊക്കെ നമുക്ക് ഒരു ഭാഗത്ത് കൂടെ നടന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാത്തിലേക്കും ഇങ്ങനെ അത് ആ സ്പ്രേ ചെയ്തിട്ട് എത്തിക്കാൻ പറ്റും. നമ്മളതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള പോട്ടുകളിലൊക്കെ വെള്ളം നനയ്ക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. നേരത്തെ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ വേനലിൽ നമ്മൾ നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ വെള്ളം അതിലൂടെ കൊടുക്കും കേട്ടോ. പക്ഷേ അത് നന്നായി അരിച്ചതിന് ശേഷം അതിലൂടെ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ മഴക്കാലമാണ്, പിന്നെ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാനുവലായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഫെർട്ടിലൈസർ ഞാൻ ഇത് മാത്രമല്ല കേട്ടോ കൊടുക്കുന്നത്, ഞാൻ കെമിക്കൽ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. അതിനൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് പീരിയോഡിക്കായിട്ടൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഒരു ഡിലേ ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫ്രൂട്ട് നമ്മളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം അതിൽ കാണാതെ പോയതായിരുന്നു. അപ്പോൾ അതിപ്പോൾ പറിച്ചെടുത്തു. നല്ല വലിയ ഫ്രൂട്ടാണ് കേട്ടോ. ഏകദേശം ഒരു 650 ഗ്രാമൊക്കെ ഉണ്ടായിരിക്കും അത്. പിന്നെ മഴക്കാലമാണ്, നമ്മളെപ്പോഴും ഈ ഇതിൽ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നത് നോക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ലീക്ക് വരാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. ലീക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഇതിൽ മേലെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇതെല്ലാം വെച്ചത്. കാരണം അതിൻ്റെ എരുമിൻ്റെ പൈപ്പൊക്കെ പിടിപ്പിക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ നമ്മൾ നന്നായി വാട്ടർ പ്രൂഫിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേര് വന്നതാണ് കേട്ടോ. അതിൻ്റെ വേരിൻ്റെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വേരുണ്ട്, നമുക്ക് കൈയായിട്ടൊന്നും പിടിക്കാൻ പറ്റില്ല. പിന്നെ ഉറുമ്പ് ഇതിന് വലിയൊരു പ്രശ്നമാണ്. ഉറുമ്പിനെ നമ്മൾ നശിപ്പിക്കുക തന്നെ വേണം. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഉറുമ്പിനെ നശിപ്പിക്കുന്ന എന്തെങ്കിലും മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ തന്നെ ഉറുമ്പ് അങ്ങനെ പോയിക്കോളും. ഉറുമ്പ് നമ്മളിതിൽ എപ്പോഴും ഒഴിവാക്കി നിർത്തേണ്ട ഒരു സാധനമാണ്. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സൊക്കെ കാണാൻ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളിതുപോലെ ചെയ്യുന്ന ചെറിയ കൃഷികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ ഫോട്ടോസ് കമൻ്റായിട്ട് ഇടാനും മറക്കരുത്.